മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ ഒരു നടനാണ് നടൻ സാജു കൊടിയൻ. അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച ചില ദിവസങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബക്കാർ മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാകൂ എന്ന് ഞാനും തിരിച്ചറിഞ്ഞൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നടൻ സാജു കൊടിയൻ തന്നെ ഇപ്പോൾ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിമിഷം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ നിങ്ങൾ അറിയണം, ഒരു ദിവസം എനിക്ക് അപകടമുണ്ടാകുന്നു. ആ അപകടത്തിൻ്റെ പേരിൽ തന്നെ ഞാൻ ഒരുപാട് വേദനിച്ചു. 15 ദിവസത്തോളം ഞാൻ ഐസിയുയിൽ കഴിഞ്ഞു. അങ്ങനെ ഐസിയുയിൽ കഴിയുന്ന സമയം എൻ്റെ വീട്ടിൽ പന്തലിടാൻ പോലും പറഞ്ഞ ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രമായിരുന്നു എൻ്റെ അവസ്ഥ എന്നെല്ലാവർക്കും അറിയാം. ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പറയുന്നതും അതിനെപ്പറ്റി തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നതും ആ ഒരു സമയത്തേക്കാണ് എന്നുകൂടി നിങ്ങൾ അറിയണം. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇതേ വാർത്ത തന്നെയാണ്. അദ്ദേഹം 15 ദിവസത്തോളം ഐസിയുയിൽ കഴിഞ്ഞു. ഐസിയുയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും എത്തി. എന്നാൽ അതൊക്കെ വെറും 2 ആഴ്ചത്തേക്ക് മാത്രം. പിന്നീട് വരുന്ന സാമൂഹ്യ പ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞു. അതിനുശേഷം സുഹൃത്തുക്കളുടെ എണ്ണം കുറഞ്ഞു, ബന്ധുക്കളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെ എണ്ണം കുറഞ്ഞു വന്നു. അവസാനം ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ കുടുംബവും മാത്രമായി ബാക്കി. അത്തരത്തിലേക്കുള്ള ജീവിതം ചെറുതായി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മനസ്സിലാക്കിയത്. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് എനിക്കൊപ്പം ഉണ്ടാകാൻ എൻ്റെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖമുണ്ടായാലും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ അങ്ങനെ ഒരു നിമിഷത്തിൽ തിരിച്ചറിയും. ആ തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നൊരു വാർത്തയെപ്പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്നെ മാധ്യമങ്ങൾ തന്നെ വേട്ടയാടിയിട്ടുണ്ട്. തനിക്കില്ലാത്ത അസുഖങ്ങൾ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഞാനൊന്നും കൈകാര്യം ചെയ്തില്ല. പക്ഷേ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പോലും ഒരാൾ പോലും അന്വേഷിച്ചിരുന്നില്ല. പിന്നെ വീട്ടിലേക്ക് ആരും വരാതെയായി. എല്ലാവരും ഫോൺ കോളിലൂടെ മാത്രമായി ഒതുങ്ങി. അങ്ങനെ അന്വേഷിച്ചവരുണ്ട്. ഫോൺ കോളിലൂടെ അന്വേഷിച്ചവരൊക്കെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരിക്കലും എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ, എൻ്റെ അവസ്ഥയൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി ആശ്വാസകരമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ആളുകളെ തന്നെ അത് ഭേദപ്പെടുത്തുമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മളത് കാണുമ്പോഴും നമുക്കത് മനസ്സിലാകുന്നുണ്ട്. മരണത്തോട് മല്ലടിച്ച് അദ്ദേഹം നടന്ന അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ 15 ദിവസം വളരെയധികം തന്നെ ഓർത്തെടുക്കാനുള്ളൊരു കാരണം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞേ മതിയാകും. അദ്ദേഹത്തിൻ്റെ ആ സങ്കടം ആ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ തവണയും അദ്ദേഹം അത് പറയുമ്പോഴും ആ വിഷമം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത്. എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് അറിയുന്നതെന്നും മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.